സജി മഞ്ഞക്കടമ്പിൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ മിസ് ചെയ്യുന്നുണ്ടോ ഈ സ്നേഹത്തള്ളലൊക്കെ? അല്ല, ഞാൻ കേരള കോൺഗ്രസ്സിൽ മാണി സാറിൻ്റെ മരണം വരെ കേരള കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചയാളാണ്. ഞാൻ മാണി സാറിൻ്റെ ഓർമ്മ വെച്ചത് മുതൽ എനിക്ക് ഓർമ്മ വെച്ചത് മുതൽ മാണി സാറാണ് എൻ്റെ നേതാവ്. മാണി സാറിനോടൊപ്പം പ്രവർത്തിച്ചിട്ട് വിവിധ വേദികളിൽ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു നേതാവും ഇതുപോലെ മാണി സാറിൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിച്ചിട്ടില്ല. അതിനുള്ള അവസരം മാണി സാറ് കൊടുത്തിട്ടുമില്ല. അതിന് ഒരു നേതാവും തയ്യാറായിട്ടില്ല. പിന്നെ എന്തിനാണ് ഇപ്പോൾ ശ്രീ റോഷി അഗസ്റ്റിന് ഈ മൈക്ക് തട്ടിപ്പറിച്ച് ജോസ് കെ മാണി പാലയെ മത്സരിക്കുമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ജോസ് കെ മാണി ഒന്നുമല്ല, പാർട്ടി എന്ന് പറഞ്ഞാൽ അത് റോഷിയാണ്, ഞാനാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് ഈ കഴിഞ്ഞ ദിവസം കണ്ട ആ കോപ്രായം എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഇത് എനിക്ക് പ്രിയപ്പെട്ട ജോസ് കെ മാണി, അദ്ദേഹവും പാർട്ടിയുടെ നേതാവായിരുന്നു, ഞാൻ യൂത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ അന്ന് എന്നെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ അല്ലെങ്കിൽ ഇല്ലായ്മയാക്കാൻ യൂത്ത് ഫണ്ട് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റാൻ വേണ്ടി ഈ പറഞ്ഞ സ്നേഹിതന്മാരൊക്കെ കൂടി പ്രോത്സാഹിച്ചപ്പോൾ അദ്ദേഹവും അതിന് നിന്നുകൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് ആരൊക്കെയാണ് അദ്ദേഹത്തിന് ഉപദേശം കൊടുത്ത ആളുകളൊക്കെയാണോ അദ്ദേഹത്തിന് ഗുണകരം, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയൊക്കെ ഉള്ള എന്ന് പറഞ്ഞാൽ മാണി സാറിന് വേണ്ടി ഈ അല്ലെ അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസം വലിക്കുന്ന അദ്ദേഹത്തോടൊപ്പം നിന്ന് പോരാടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. മാണി സാറിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി, ബാർക്കോഴ വിവാദം. അദ്ദേഹം അതിനകത്ത് കുറ്റക്കാരല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ വിഷയം വിവാദമുണ്ടായപ്പോൾ എന്നോട് പ്രിയപ്പെട്ട മാണി സാർ നേരിട്ട് ഒരു വീട്ടിൽ വെച്ച് പാലായി വെച്ച് അദ്ദേഹം ചില കാര്യങ്ങളോട് പറഞ്ഞു. എന്നോട് പറഞ്ഞു, മോനെ നീ ഇതൊന്ന് വായിച്ചിട്ട് നീ ഈ വിഷയത്തിൽ പ്രതികരിക്കണം. മറ്റാരും പ്രതികരിക്കാനില്ല. റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ എന്നോട് എടുത്തു പറഞ്ഞു, റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ചില നേതാക്കന്മാരുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞു, ആരും മിണ്ടാനില്ല, നീ പ്രതികരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വായിച്ചു നോക്കി. പക്ഷേ ആ വായിച്ച് അതിനകത്ത് പൂർണ്ണമായും പ്രതികരിച്ചാൽ എനിക്ക് പ്രതികരിക്കാമെങ്കിലും മാണി സാറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന് സംരക്ഷണ കവചം തീർക്കുന്നതിന് വേണ്ടി അതിശക്തമായ പോരാട്ടം നടത്തിയ ആളാണ് ഞാൻ. അപ്പോൾ അന്നൊക്കെ ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും അല്ലെങ്കിൽ ഭീഷണിയും ഒക്കെ നേരിട്ട ആളാണ്. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ, റോഷിയെ പോലുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ യൂത്ത് ഫണ്ട് പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ നീക്കുന്നതിന് വേണ്ടി, വേറെ ചിലരെ കൊണ്ടുവരുന്നതിന് വേണ്ടി, അതിൻ്റെയൊക്കെ ലക്ഷ്യം വേറൊന്നും ആയിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ രാവിലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, പൂഞ്ഞാർ അസംബ്ലി മണ്ഡലത്തിൽ മാണി സാർ എനിക്ക് സീറ്റ് തന്നു. പക്ഷേ അത് വെട്ടാനായിട്ട് ഏറ്റവും മുമ്പിൽ നിന്ന ആളാണ് എൻ്റെ പ്രിയ സ്നേഹിതൻ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പലവരും എന്നോട് അതല്ല എന്ന് പറഞ്ഞെങ്കിൽ നോക്കിയാലും എനിക്ക് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ രാവിലെ പറഞ്ഞ് ഇപ്പോഴും പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചതിയന്മാരൊക്കെയാണ് ജോസ് കെ മാണിക്കൊപ്പം ഉള്ളത്. ജോസ് കെ മാണി സൂക്ഷിക്കുക. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ഐക്യജനാധിപത്യങ്ങളുടെ ഭാഗമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം വിജയിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു. എന്നാലും അദ്ദേഹത്തിന് UDF വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. ആ സാധ്യതകൾ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ശ്രീ റോഷി അഗസ്റ്റിനെ അടച്ചിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം അല്ലെങ്കിൽ UDF വരാൻ ചർച്ചകളൊക്കെ അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും റോഷി അതിനെ ബ്ലോക്ക് ചെയ്തു. എന്താ, ഭരണത്തിൽ മന്ത്രിയായിരുന്ന സമയത്ത് ചില കമ്മിറ്റ്മെൻറ്റുകളൊക്കെ ഇടതുപക്ഷവും CPM പിണറായി വിജയനുമായിട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില ഡീലുകളൊക്കെ ഉണ്ടായിരിക്കും. ആ ഡീലുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് റോഷി ഇതിനെ ബ്ലോക്ക് ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇന്നലെ ഇപ്പോൾ കേരള കോൺഗ്രസിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ ചരിത്രത്തിൽ ഒരിക്കലും ഇവിടെ പറഞ്ഞല്ലോ, അക്ഷരമാല തീർന്നൊക്കെ അതൊക്കെ കേരള കോൺഗ്രസിനെ കളിയാക്കാനായി പറയുന്നു. ഓക്കെ, പക്ഷേ എങ്കിലും ഇത് ഒരു കേരള കോൺഗ്രസിന് നടക്കാത്ത ഒരു സംഭവമാണ്. യഥാർത്ഥത്തിൽ ശ്രീ റോഷി അഗസ്റ്റിൻ, അതായത് നമുക്കറിയാം, ഇനി നമ്മളൊരു യോഗം നടക്കുന്നു, ഒരു ഹാളിൽ നടക്കുന്നു, മൈക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങളൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഞാനും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിക്കാം. പക്ഷേ ഇതങ്ങനെയല്ല. അല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങളുടെയും മുമ്പിൽ പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരിക്കലും റോഷിക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ റോഷിക്ക് ശ്രീ ജോസ് കെ മാണി ഈ സംസാരം നിർത്തിയതിനു ശേഷം ഞാൻ എനിക്കൊരു കാര്യം പറയണം, ഞാനൊരു കാര്യം പറയുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അനുമതിയോടുകൂടി ശ്രീ റോഷി അഗസ്റ്റിൻ പറഞ്ഞിരുന്നെങ്കിൽ ജോസ് കെ മാണി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ റോഷി വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല.